വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. ഞാൻ സബീഷ് സാദ്രി നാരായണൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ 0 ചെയ്തു, 1 ചെയ്തു, 2, 3, 4, 5 അങ്ങനെ ഈ 5 അക്കങ്ങളുടെയും ആ ഒരു പാറ്റേണിൽ വരുന്നത് ഏതെല്ലാം പാറ്റേണിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പറഞ്ഞു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽ നമ്പർ 6 ആണ്, അല്ലെങ്കിൽ 6ൻ്റെ പാറ്റേൺസ് 66, 666 അല്ലെങ്കിൽ 6666 ഇങ്ങനെ 6മായി ബന്ധപ്പെട്ട് 6ൻ്റെ പാറ്റേൺസിൽ ഓരോ അക്കങ്ങൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത് നമ്മുടെ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന് മനസ്സിലാക്കി വെക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് സ്ഥിരമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ, ഇത്തരം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് ജീവിക്കുന്ന ഒരു മായാലോകത്താണ്. അതായത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏഞ്ചൽ നമ്പർ 6 അല്ലെങ്കിൽ 6ൻ്റെ പാറ്റേൺസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 6 എന്ന നമ്പർ സ്ഥിരമായി നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്ന് പ്രപഞ്ചം നമ്മളെടുത്ത് എന്തോന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ബാലൻസിങ്. നിങ്ങളുടെ ബാലൻസിങ്ങിൽ എന്തോ എവിടെയോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും 6ൻ്റെ പാറ്റേൺസിൽ, അതായത് 6ൻ്റെ പാറ്റേൺസിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത്. ഞാനീ പറഞ്ഞ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ നിങ്ങളെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ചിലർ ജോലി ഭയങ്കര വർക്കോളിക്കാവും. അതായത് ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജോലിക്ക് മാത്രം കൊടുത്ത് അവർ ഫാമിലി ലൈഫിൻ്റെ പാഠം മറന്നില്ലെങ്കിൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ അവർക്കൊന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ജോലിക്ക് മാത്രം കൊടുത്ത് അതായത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പലരും നിങ്ങളെ കൺമുമ്പിൽ കാണാം. ശരിക്കും അവിടെ എല്ലാം ഒരു ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഇംബാലൻസ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ പുറമെ നോക്കുമ്പോൾ ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും എന്താ പറയുക അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ കൂടിയിട്ട് അവരുടെ ഒരു ടോട്ടൽ ലൈഫ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കാരണം അവർക്ക് പല പ്രശ്നങ്ങളും അവരുടെ ഫാമിലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ് എടുത്തു കഴിഞ്ഞാലും ഏത് കാര്യത്തിൽ നമ്മളൊരു ബാലൻസിങ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്തരം ഞാനീ പറഞ്ഞ രീതിയിലുള്ള, ഇല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പലരുടെയും മുമ്പിൽ ഈ 6 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കൺമുമ്പിൽ അത് വന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്കാരും, അല്ലെങ്കിൽ അവർക്കാർക്കും അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം, ഇല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു സമയം, ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരത് കാണാതിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മുടെ ഹയർ സെൽഫ് നമ്മളെ ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് ആഹ്വാനം ചെയ്യുന്നതായിട്ട് വേണം നമ്മൾ ഈ ഒരു 6നെ നമ്മൾ കണക്കാക്കിയെടുക്കാം. അപ്പോൾ 6 കണ്ടു കഴിഞ്ഞാലും 66 കണ്ടു കഴിഞ്ഞാലും ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് ഈ ഒരു ബാലൻസിങ്ങിൻ്റെ കേസ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹയർ സെൽഫ്സ്, അല്ലെങ്കിൽ നമ്മളെ പിതൃക്കന്മാരെ സ്മരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ 66 എല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഓർമ്മിച്ച് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് കൂടി അവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം. അടുത്ത ഈ ഒരു പാറ്റേണിൽ വരുന്നത് 666 ആണ്. 666 സാധാരണ ഇതിനെക്കുറിച്ചുള്ളൊരു കോൺസ്പിറസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാത്താൻ്റെ നമ്പറാണ്. അതെല്ലാം മറ്റ് പലരുടെയും പല അജണ്ടകളുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാം മൈൻഡിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചില കോൺസ്പിറസി സംഭവങ്ങളാണ്. നമുക്ക് ഏതായാലും അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് 666 എന്ന നമ്പർ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, വളരെ കാലമായിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നിങ്ങൾക്ക് 666 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. യു ആർ എ സ്പിരിച്വൽ ബീയിങ് ഹാവിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ സെൽഫ് നമ്മൾ ഈ ഒരു 666 നമ്പർ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി 666ൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ 666 കൂടുതലായിട്ട് കാണുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തോട്ട്സ്
നിങ്ങളുടെ പ്രവൃത്തികൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് നിങ്ങളിതിനെ കണക്കാക്കാൻ. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാനും ദാനധർമ്മങ്ങൾ അതുപോലെ സേവനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഈ ഒരു സമയത്ത് 666 കൂടുതലായിട്ട് കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 666 കണ്ടു കഴിഞ്ഞാൽ 666 എന്ന നമ്പർ നമ്മുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റിലായാലോ അല്ലെങ്കിൽ ഫോൺ നമ്പറായിട്ടോ അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷനിൽ 666 നമ്മളെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ ഇത്ര സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനിയുടെ അങ്ങോട്ട് നിങ്ങൾ 666 വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. എന്തായാലും ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹയർ സെൽഫ് അവർ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഉപകാരപ്പെട്ടു. അടുത്തായി വരുന്നത് 6666. അതായത് ഇതൊരു സെക്കൻഡ് ചാൻസ് ആണ്. അതായത് തകർന്നു പോയിടത്തുനിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള അല്ലെങ്കിൽ വീണിടത്തുനിന്ന് നമുക്ക് എണീക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിനുള്ള സമയമായി ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ചാൻസ്, അതായത് പോയ വിജയങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മളെ ഹയർ സെൽഫ് നമ്മുടെ അടുത്ത് പറയാൻ ഇരിക്കുന്ന അവർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലാണ് ഈ 6666 എന്ന നമ്പർ കൂടുതലായിട്ട് കാണപ്പെടുക. അപ്പോൾ ഇത്തരം നമ്പറുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മീയ ജീവിതവും ലൗകിക ജീവിതവും തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയപ്പെടുന്നത്. അപ്പോൾ ഇനി മുതൽ 6ന്റെ പാറ്റേൺസ് നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് മൈൻഡിൽ വെച്ചോ. എന്തായാലും ഇതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.